ആദിൽ ഔട്ടായപ്പോഴത്തേക്കും നൂറ അനുവിനെക്കുറിച്ച് കുറ്റം പറഞ്ഞ് അക്ബറിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. നടുവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇവള് പറഞ്ഞു, അല്ല എന്തോ ഒരു PR മാറ്റർ ഉണ്ടായിരുന്നല്ലോ, എന്താ പറയുക, എന്തോ ടിഷ്യൂ ചെയ്ത് കൊടുത്താൽ എന്താന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞു, നീ എനിക്ക് നമ്പർ തന്നില്ലേ, ആ നമ്പറിൽ വിളിച്ച് അക്ബറിനെ പറ്റി ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇവള് അതിൽ പറഞ്ഞു, ആ ശരിയാ. അപ്പോൾ അതിൽ പറഞ്ഞു, നീ പറഞ്ഞതല്ലായിരുന്നു അങ്ങനെ. അപ്പോൾ അവള് പറഞ്ഞു, അനുമോൾ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൽ പറഞ്ഞപ്പോൾ ടിഷ്യൂല് നീ എഴുതി തന്നതും അപ്പോൾ പറഞ്ഞു, ടിഷ്യൂ എവിടെ ഉള്ളത്, ടിഷ്യൂ കളഞ്ഞു. അപ്പോൾ ഞാൻ എവിക്റ്റ് ആയില്ലല്ലോ, അപ്പോൾ ടിഷ്യൂ കളഞ്ഞു. അപ്പം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പെണ്ണടേ എന്റെ പൊന്നിന് പറഞ്ഞാൽ അറിയാൻ വരാണ്ട് ചോദിക്കുക, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് എങ്ങനെ നിങ്ങൾ സൗഹൃദം കൊണ്ടുപോകണം എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഇത്ര ചീപ്പ് ഡേർട്ടി കളിയാണെന്ന് അത് നിനക്കറിയാലോ. ഇവള് വേറെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. പറയാൻ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല, പുറത്തറിയില്ല. എല്ലാവരെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓവർ സ്ട്രെസ് എടുക്കല്ലേ. അല്ലടാ, നമ്മള് ജെന്യൂനായിട്ട് കളിക്കുമ്പോ ഇങ്ങനെ അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? നമ്മളൊക്കെ ഗെയിം കളിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരല്ലേ. ഈ പറയണത് പോലെ ടിഷ്യൂ പേപ്പറിൽ എഴുതിയിട്ട് അവനെ തകർക്കണം, അല്ലെങ്കിൽ അവൻ ഇവിടെ ഡോമിനേറ്റ് ചെയ്യണം, അവൻ ഇല്ലാണ്ടാവണമെന്ന് പറഞ്ഞിട്ട് PR-ന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ എഴുതി കൊടുത്തിട്ട് എവിക്ഷനിൽ പോണ അതിരയുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയാണ് ഞാൻ അറിയണത്. ഇന്നലെ രാത്രി മുന്നേ ഞാൻ അറിഞ്ഞിരുന്നത് ഞാൻ കൊടുത്തിരുന്നത്. ലാസ്റ്റ് വീക്ക് ഇവരെല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോകുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് രാവിലെ ഒന്നും അതിനെ കുറിച്ചിട്ട് അധികം ഞാൻ മിണ്ടായി. ബാക്കിയുള്ള പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള എന്താ ഒന്നുമില്ല. ബാക്കി എനിക്കവിടെ പറയാൻ താല്പര്യമല്ലക്കാ. ആരെ കുറിച്ചാ? എന്നെ കുറിച്ച്. അതെല്ലാരെയും പറ്റിയൊക്കെ ഉണ്ട്. ഒരു പക്ഷെ എന്നെ ബാധിക്കും, നിങ്ങളെ ബാധിക്കും. കാര്യങ്ങളായിരിക്കും. എന്താ പറഞ്ഞേ? ഇല്ല, പറയാൻ താല്പര്യമില്ല, ചോദിക്കല്ലേ. ഓക്കെ.